ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതലും ഉണ്ടാകുമെന്ന് കരുതിയ ഒരാളായിരുന്നു മാത്യു കുഴിനാടൻ എന്ന് പറയുന്നത്. ചില പോസ്റ്റുകൾ വരെ വന്നതാണ് മാത്യു കുഴിനാടൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും എയറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് മാത്യു കുഴിനാടൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പട നയിച്ചവൻ കൂടിയാണ് മാത്യു കുഴിനാടൻ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞത്? തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് പിണറായി വിജയനെയും ഭരണപക്ഷത്തെയും ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ചത് അദ്ദേഹമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാണ് കുഴൽനാടൻ്റെ ഓരോ അഴിമതിയും, മുഖ്യമന്ത്രിക്കെതിരായ ഓരോ അഴിമതിയും മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിലേക്കും എത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പോലൊരു ജനസമ്മതനായ നേതാവ് ഈ ഒരു മന്ത്രിസഭയിൽ എത്തിയിരുന്നെങ്കിൽ അതൊരു മാറ്റുകൂടിയ ഒരു മന്ത്രിസഭയാകുമായിരുന്നു. ഒരു പക്ഷേ പുതുമുഖങ്ങളെ എടുക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ പരിഗണിക്കുന്നതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മന്ത്രിസഭയെ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലായി. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സന്ദേശം ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ മാത്യു കുഴിനാടനെ സംബന്ധിച്ച് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ശുപാർശയിലുള്ള മന്ത്രിമാരാണ് വരുന്നത്. അപ്പോൾ 8 പേർ KC വേണുഗോപാലിൻ്റെ ആളുകളാണ് എന്നുള്ള വലിയ അജണ്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലും വാദിച്ചു എന്ന് പറയുന്നത് ഒന്ന് മാത്യു കുഴിനാടനും ഒന്ന് പഴംകുളം മധുവുമാണ്. ഈ 2 പേരുകളും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗിനെതിരെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം ആ ഒരു മന്ത്രിസഭയിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ എൻട്രി തടയപ്പെട്ടത്. ഒരു പക്ഷേ ആ മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ലീഗിലെ മന്ത്രിമാരുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച പ്രകടമായേനെ. അല്ല, അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അദ്ദേഹത്തിനോട് മാധ്യമങ്ങളാണ് ചോദിക്കുന്നത് ഇതേപോലെ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് എടുത്ത മുസ്ലിം ലീഗിൻ്റെ ആളുകളും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളും പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടില്ല, എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഇടപെടരുത്, അതാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗ് മറുപടി പറയാൻ എന്ത് മറ്റു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാം. ഇത് പരോക്ഷമായിട്ട് തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് ഈ മുസ്ലിം ലീഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലാണ് മാത്യു കുഴൽനാടന്റെ വാക്കുകൾ. അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്കും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങിനും പല ബുള്ളിങ്ങിനും കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ മാത്യു കുഴിനാടിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം തീർത്തിട്ടുള്ള ചില മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടുന്ന രീതി അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടുണ്ട്. നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടാണ് മുസ്ലിം ലീഗിനകത്ത്. അതായത് ഒരു വൈകാരികമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു വൈകാരികമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും ജനങ്ങളുടെ പാറ്റേണുകളും എല്ലാം ഒരു വൈകാരിക രീതിയിൽ യഥാർത്ഥത്തിൽ പോകുന്നത്. അതേപോലെ തന്നെയായിരുന്നു കോൺഗ്രസിനകത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ VD സതീശന്റെ പേര് കേരളത്തിലെ ജനങ്ങൾ തന്നെ പറയുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് വൈകാരികമായിട്ട് ഒരു വൈകാരിക തലത്തിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംഘടനാ പാഠവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാത്യു കുഴിനാടിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പിണറായി വിജയനെതിരെ ശക്തമായിട്ട് നിയമസഭയിലാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മാത്യു കുഴിനാടൻ എന്ന് പറയുന്നത്. മാത്യു കുഴിനാടനും പിണറായി വിജയനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു നിയമസഭയ്ക്കകത്ത്. എല്ലാവരും ചർച്ച ചെയ്തതാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്താണ്. യഥാർത്ഥത്തിൽ അവിടെ പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് മാത്യു കുഴിനാടൻ എന്ന് പറയുന്ന കേരളത്തിന്റെ UDFന്റെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് സഖാവ് പിണറായി വിജയനെ നിയമസഭയിലിട്ട് പൊരിച്ചു വറക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള കരിമണൽ കടത്തുമായിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലായിരുന്നു അദ്ദേഹം സമരങ്ങൾ അദ്ദേഹം ഓരോ തെളിവുകൾ കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോഴും അതായത് ഇത്ര ലക്ഷം രൂപ വെച്ച് വെറുതെ ഒരു സഹായവും ചെയ്യാതെ പിണറായി വിജയന്റെ മകളുടെ കമ്പനി ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നിയമസഭയിൽ കൊണ്ടുവന്നത് ഈ മാത്യു കുഴിനാടനാണ്. പിന്നീട് ഈ കേസ് കോടതിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഇതിനൊരു സ്റ്റേ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ SFIക്കാരും DYFIക്കാരും കുഴലപ്പം കൊണ്ട് നടന്ന് ആഘോഷിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അത് വീണ്ടും ആ കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് കുഴലപ്പം കൊണ്ട് കൊടുത്ത് ആഹ്ലാദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ ഏറ്റവും കൂടുതലും ആക്രമണം നേരിട്ട ഒരാളാണ് മാത്യു കുഴിനാടൻ എന്ന് പറയുന്ന ഒരാൾ. അയാളെ തള്ളിക്കളയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. മാത്രമല്ല, ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു
വലിയൊരു ഫൈറ്റ് ഉണ്ടാക്കിയായിരുന്നു. ആ ഒരു പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നുള്ള രീതിയിലുള്ള ഒരു തെളിവുകൾ പുറത്തുവിട്ടത് ഈ മാത്യു കുഴൽനാടനാണ്. അതായത് മാത്യു കുഴൽനാടൻ ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മന്ത്രിയുടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് പോകാമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. മന്ത്രി പറയുന്നുണ്ട്, ഞാൻ പരിശോധിക്കട്ടെ, എയുടെ ഒക്കെ കാലമാണല്ലോ, എ ആണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്തും ഇത് മന്ത്രിയുടെ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയ ജീവിതം ഞാൻ നിർത്തിയിട്ട് പോകാമെന്ന് പറയുന്ന രീതിയിൽ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളം കണ്ടതാണ്. അപ്പൊ ആ രീതിയിൽ ശക്തമായിട്ട് പടനയിച്ചു വന്നവൻ തന്നെയാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ചു പേരെ മാത്രം ഇവരെന്തോ വലുത് ചെയ്തു എന്ന് പറയുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസിന് വേണ്ടിയിട്ട്, കോൺഗ്രസിന് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓരോ സമയത്തിന് വിലയുണ്ട്. ഇപ്പോൾ 10 ദിവസം വൈകിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. ആ സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഒരു പാനിക്, അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന UDF ആളുകൾക്കുണ്ടായത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കുണ്ടായ ഒരു ഭീതിയുണ്ട്. എന്താണ് ഇത്ര ലേറ്റ്? സമയത്തിന് വിലയുണ്ട്. അപ്പോൾ നിയമസഭയിലാണെങ്കിലും കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഓരോ കാര്യങ്ങളും ഉന്നയിച്ച് ഇടതുപക്ഷത്തിനെ തന്നെ ഞെരിച്ച് മുറുക്കുന്ന രീതിയിലേക്ക്, വലിഞ്ഞു മുറുക്കുന്ന രീതിയിലേക്ക് ഒരു തവണ പോലും അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സമയം കൊടുക്കാതെ ഓരോ ആരോപണങ്ങളും കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ് മാത്യു കുഴൽനാടൻ. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ രണ്ടാം സർക്കാർ ഈ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് ശേഷം ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് മാത്യു കുഴൽനാടൻ. തീർച്ചയായിട്ടും. അതായത് KMCRL ആ ഒരു വെളിപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തിന്റെ ആ റിസോർട്ട് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായി. അതെങ്ങനെ എത്തിയില്ല. ചിന്നക്കനാലിലെ ആ റിസോർട്ട് ഭൂമി കയ്യേറി ചെയ്തതാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് ഉപയോഗിച്ച് അത് ഹോം സ്റ്റേ രീതിയിലാക്കി എന്നുള്ള രീതിയിലുള്ള വിജിലൻസ് കണ്ടെത്തൽ, അത് ഇതുവരെയായിട്ടും ആ അന്വേഷണം അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിയാക്കുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, മറ്റൊരു ആരോപണമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പൊതുമരാമത്ത് റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ട്രാഫിക് SI ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ CPM നേതാവിൻ്റെ പരാതിയിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകി. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ എപ്പോഴും ഈ മുഖ്യമന്ത്രിയും CPM പ്രവർത്തകരും വേട്ടയാടിയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇതിനു മുമ്പിട്ടാണെങ്കിൽ പോലും. പക്ഷെ അദ്ദേഹത്തിനെ വേട്ടയാടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടപെടുക, ഇപ്പോൾ മണ്ണടിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ്റെ പുതിയ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മണ്ണടിക്കുമ്പോൾ അവിടെ വന്ന് തടയുന്ന CIT പ്രവർത്തകരെ നമ്മൾ കണ്ടാണ് വലിയ രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ സ്വന്തമായിട്ട് പോലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ, ആ മന്ത്രിസഭ 21-ാം തീയതി അധികാരമേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ MLA-മാർ അധികാരത്തിലേക്കുമ്പോൾ, അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നതും അതിലൊരാൾ മാത്യു കുഴൽനാടൻ തന്നെയാണ് എന്ന് തന്നെയാണ്. ആരൊക്കെ വിമർശിച്ചാലും ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക്, ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ആരുമല്ലാതായി പോകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പൊതുബോധമില്ലാത്ത ചില ആളുകൾ ഇത്രയും കാലം അയാൾ എന്താണ് ചെയ്തത് എന്നുള്ളതെല്ലാം മറക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ജനതയല്ല, കോൺഗ്രസിലുള്ള ചില ആളുകൾ മാറുന്നു. അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഒന്ന് വിമർശിച്ചതിൻ്റെ പേരിൽ, ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയല്ലല്ലോ ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പിന്നീട് വന്നു, എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പറയുന്ന സമയത്ത് ആ പറയുന്ന മോഡുലേഷൻ ഒന്ന് മാറിപ്പോയി. നമുക്കറിയാം മാത്യു കുഴൽനാടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ദയവ് ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇതിൽ ഇടപെടരുത്, മുസ്ലിം ലീഗ് ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു. അത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന തുല്യം. ഈ രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വരെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാൾ കൂടിയാണ് മാത്യു കുഴൽനാടൻ. കാരണം പടനയിച്ച് വന്നവനാണ്.